എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 26-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 10:26. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ നാളുകൾ തിരിച്ചറിവിൻ്റെ നാളുകളായിരിക്കണം എന്ന് നമ്മുടെ വിശുദ്ധ വേദപുസ്തകവും ദൈവശാസ്ത്രവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തിരിച്ചറിവിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിരിച്ചറിവിനായി ദാഹിക്കുന്നവരുടെ വസന്തകാലമാണിത്. ഇന്നത്തെ വേദഭാഗം വെൺമാടത്തിൽ പ്രാർത്ഥിക്കാൻ കയറിയ പത്രോസിനുണ്ടായ തിരിച്ചറിവ് വിശദമാക്കുന്നു. നോമ്പും പ്രാർത്ഥനയും സ്വന്തം തെറ്റിദ്ധാരണകളും മുൻവിധികളുമായി സല്ലപിക്കുന്ന വെൺമാടങ്ങളോ തുരുത്തോ അല്ല, മറിച്ച് അവയെ തിരുത്താൻ പ്രാപ്തി നൽകുന്ന കൃപാമുഖാന്തരങ്ങളാണ്. പത്രോസ് ഒരു യഹൂദനായിരിക്കെ തൻ്റെ ഓർത്തഡോക്സ് കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാൻ ദൈവം നൽകിയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പ്രതികരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു പത്രോസിൻ്റെ തിരിച്ചറിവുകൾ? ഇവിടെ പറയുന്നു, ഞാനും ഒരു മനുഷ്യനത്രേ. കൈസരിയയിലെ തൻ്റെ ഭവനത്തിൽ എത്തിയ പത്രോസിനെ കൊർന്നല്യോസ് കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. നാളിതുവരെ മനുഷ്യരെ യഹൂദനെന്നും പുറജാതിക്കാരനെന്നും തരംതിരിച്ച് കണ്ടിരുന്ന പത്രോസ് ഇപ്പോൾ വിജാതീയനായ കൊർന്നല്യോസിനെ പോലെ താനും ഒരു മനുഷ്യനാണ് എന്ന തിരിച്ചറിവിലേക്ക് വരുന്നു. വെൺമാട ദർശനം പത്രോസിൻ്റെ വംശീയ ചിന്താഗതിയൊക്കെ തിരുത്തിക്കുറിച്ചു. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ എന്ന തിരിച്ചറിവ് പത്രോസിന് നൽകുന്നു. ഈ ഒരു തിരിച്ചറിവാണ് കൊർന്നല്യോസ് തന്നെ വീണ് നമസ്കരിച്ച് സ്വീകരിക്കുന്ന വിധം ആസ്വദിക്കുന്നതിൽ നിന്ന് പത്രോസിനെ വിലക്കിയത്. അതുമാത്രമല്ല, അതിര് കവിഞ്ഞ ആദരവ് ഏതെങ്കിലും വ്യക്തികൾക്ക് നൽകുന്നത് പുതിയ തരം മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനും ഇടയാക്കും. ഏതെങ്കിലും ഒരു സമൂഹം ഇതര സമൂഹങ്ങളിലെ വ്യക്തികളെക്കാൾ സത്താപരമായോ ഗുണപരമായോ ഒന്നും താഴെയല്ല. അതുകൊണ്ട് യഹൂദന് മറ്റ് സമൂഹങ്ങളെക്കാൾ വംശീയ മേൽക്കോയ്മയില്ല. പിന്നെ എന്തിന് കൊർന്നല്യോസ് പത്രോസിന്റെ കാൽക്കൽ വീഴണം? മറ്റുള്ളവർ തങ്ങളുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നത് ആസ്വദിക്കുന്ന ആത്മീയ ഗുരുക്കന്മാർക്കും ആൾ ദൈവങ്ങൾക്കും പത്രോസിനുണ്ടായ തിരിച്ചറിവ് ലഭിക്കേണ്ടതിനായി നമ്മൾ ഈ നോമ്പ് കാലത്തിൽ പ്രാർത്ഥിക്കണം. തങ്ങൾക്ക് ചുറ്റുമുള്ളവർ നൽകുന്ന ആദരവ് അവകാശമായി കാണുന്നവർക്കും അത് ഒരു ബലഹീനതയായും ലഹരിയായി മാറിയവർക്കും പത്രോസ് ഒരു മാതൃകയാണ്. രണ്ടാമത്തെ ചിന്ത, ഒരു മനുഷ്യനെയും അശുദ്ധൻ എന്ന് പറയരുത് എന്നതാണ്. 28-ാം വാക്യത്തിൽ അങ്ങനെ നമ്മൾ കാണുന്നു. അന്യജാതിക്കാരുമായുള്ള സംസർഗം യഹൂദന് നിഷിദ്ധമാണെങ്കിലും വെൺമാടത്തിൽ ലഭിച്ച ദർശനം സ്വന്തം മുൻവിധികളുടെയൊക്കെ തടവറയിൽ നിന്ന് പത്രോസിനെ സ്വതന്ത്രനാക്കുന്നുണ്ട്. നോമ്പും പ്രാർത്ഥനയും ഒരുതരം കൗദാശികമായ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തിരിച്ചറിവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. പത്രോസ് ഇപ്പോൾ സ്വതന്ത്രനാണ്. മറ്റുള്ള ആളുകളെ മലിനൻ, അശുദ്ധൻ എന്ന് വിളിക്കാനുള്ള അവകാശം തനിക്കോ മറ്റ് യഹൂദന്മാർക്കോ ദൈവം നൽകിയിട്ടില്ല എന്ന് പത്രോസ് വേണമെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ കുമ്പസരിക്കുകയാണ്. അങ്ങനെ ചെയ്തു പോയ തൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പത്രോസ് ലജ്ജിക്കുന്നുണ്ടാവാം. ജനിച്ച പ്രദേശമോ വംശമോ അല്ല ഒരു മനുഷ്യനെ അശുദ്ധനോ മലിനനോ ആക്കുന്നത്. നേരെ മറിച്ച് ഒരുവന്റെ അശ്ലീലം നിറഞ്ഞ മുൻവിധികളാണത്.
മുഖം നോക്കി പക്ഷം പിടിക്കാൻ ദൈവം മനുഷ്യനല്ല എന്ന തിരിച്ചറിവിലേക്ക് പത്രോസ് വിരൽ ചൂണ്ടുന്നു. മനുഷ്യ ദൈവങ്ങളും ദൈവത്തിൻ്റെ സ്വന്തം ആളുകളും അങ്ങനെ ചെയ്തു എന്ന് വന്നേക്കാം. പക്ഷേ യേശുക്രിസ്തുവിൽ മനുഷ്യനായ ദൈവം എല്ലാവർക്കും, പ്രത്യേകിച്ച് ചുങ്കക്കാർക്കും പാപികൾക്കും പാപത്തിൽ നിന്നും വംശീയ മുൻവിധികളിൽ നിന്നൊക്കെ രക്ഷ നൽകുന്നു. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം മനുഷ്യ ദൈവമല്ല, മറിച്ച് മനുഷ്യനായി അവതരിച്ച് സകല മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്ത ദൈവമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ, നമ്മുടെ ചിന്തകളുമായി യോജിക്കാത്തവരെ, നമ്മുടെ നിലപാടുകളോട് അടുത്ത് നിൽക്കാത്തവരെ, അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നവരെ മലിനരായി, അശുദ്ധരായി കാണാൻ പാടില്ല. ആരോഗ്യപരമായി അങ്ങനെയുള്ളവരെ ഉൾക്കൊള്ളണം. ഈ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നത്, നോമ്പ് ആചരണം നമ്മെ തിരിച്ചറിവ് ഉള്ളവരാക്കണം എന്നതാണ്. തിരിച്ചറിവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ സ്വതന്ത്രരാക്കുന്നു. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമ്മളെ വിശുദ്ധരാക്കും. വിശുദ്ധി നമ്മെ വിനയമുള്ളവരാക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, മനോഹരമായ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. തിരിച്ചറിവിൻ്റെ പഥങ്ങളിൽ ഞങ്ങളെ വഴി നടത്തണമേ. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ദൈവം മുൻപാകെ ആരും അശുദ്ധരെന്നോ മലിനരെന്നോ കരുതാതെ എല്ലാവരെയും സ്നേഹിപ്പാനും കരുതാനും ഉൾക്കൊള്ളാനുള്ള കൃപ ഈ നോമ്പിൻ്റെ നാളുകളിൽ ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപയും ബലവും പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ നാളുകളിൽ ദൈവം കരം പിടിച്ച് നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുണയും നാം ഏവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.